മുഷാവറ വളരെ പ്രധാനമാണ്. ചില ആളുകൾ ധൈര്യം ഓവറായി ഒക്കെ സ്വന്തം തീരുമാനിക്കും, അത് പാടില്ല. അമ്രുഹും ഷൂറാ ബൈനഹും. നിങ്ങൾ എത്ര ധൈര്യശാലികളാണെങ്കിലും കാര്യങ്ങൾ കൂടി ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധൈര്യശാലിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പറയാണ്, ഉഹദ് യുദ്ധത്തിൽ ഞങ്ങൾ പരിചയാക്കിയത് നബിയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഞങ്ങളുടെ പരിചയ നബിയായിരുന്നു എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൈര്യപൂർവ്വം നിന്നിരുന്നു എന്നാണ്. അതോടൊപ്പം അതൊരു മുഅ്ജിസത്ത് കൂടിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുത്തരായ സഹാബികൾ, പക്ഷെ അവരാരും തന്നെ മുഷാവറ ഉപേക്ഷിച്ചിട്ടില്ല. അതേത് യുദ്ധമാകട്ടെ, എത്ര ചെറിയ തീരുമാനമാകട്ടെ, അമ്രുഹും ഷൂറാ ബൈനഹും, കൂടി ആലോചിക്കുക. എന്നിട്ട് ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, എന്നിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ പിന്നെ അള്ളാഹുവിൽ ബരമേൽപ്പിക്കാം. അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം ധൈര്യമല്ല, മുഷാവറ വേണം. മുഷാവറ കൂടി തീരുമാനിച്ചിട്ട് പിന്നെ ഒരു ഷൂറ കൂടി ഉണ്ട്, അതാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. അത് റഹ്മാനായ റബ്ബിനോടുള്ളതാണ്. പടച്ച റബ്ബേ, ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് ഇന്നെന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി റബ്ബേ, ഇനി ഇതാ ഞാൻ ഈ വിഷയം നിന്നിലേക്ക് വിടുകയാണ്. ഹൈർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവണേ, ഹൈറാണെങ്കിൽ റബ്ബേ ഇതിനെ നിലനിർത്തിയിട്ട് ഇതിൽ ബർക്കത്ത് തരണേ. അതാണ് ധൈര്യം. ധൈര്യം ഒരിക്കലും സുന്നത്തിനെതിരായി പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കാൻ പാടില്ല.